എന്നോട് ഈ അടുത്തിടെയായി കുറേ ആൾക്കാർ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, എങ്ങനെയാണ് ശരിക്കും ആത്മീയ ജീവിതത്തിനകത്ത് പുരോഗതി പ്രാപിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഘട്ടം ഘട്ടമായി ആത്മീയ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ഒത്തിരി ആൾക്കാർ എന്നോട് സംശയം ചോദിച്ചതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ആത്മീക ജീവിതം എന്ന് പറയുന്നത് ആ വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്. അതൊരു ജീവിതമാണ്. അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ആർജിച്ചെടുക്കാൻ പറ്റുന്നതോ 1, 2, 3 ദിവസം കൊണ്ട് നിർവഹിക്കാൻ പറ്റുന്നതോ ആയിട്ടുള്ള ഒരു കാര്യമല്ല ആത്മീയ ജീവിതം. അത് ഭൗമജീവിതം പോലെ പ്രോഗ്രസീവായിട്ട് കൊണ്ടുപോകേണ്ടുന്ന ഒന്നാണ് ആത്മീയ ജീവിതം. അതിനൊരു തുടക്കം ഉണ്ടാകണം. പക്ഷേ ആ തുടക്കം ഉണ്ടായതിനു ശേഷം അത് പ്രോഗ്രസീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. അപ്പോൾ ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിച്ച് ആ കുഞ്ഞ് മരിക്കുന്നത് വരെ ഭൗമതലത്തിലുള്ള ജീവിതമുള്ളതുപോലെ തന്നെ ആത്മീയ ജീവിതം ഒരു വ്യക്തിയിൽ തുടങ്ങുന്ന ദിവസം മുതൽ പിന്നെ അനന്തമായി, അതിനൊരു എൻഡില്ല, അനന്തമായി പോകുന്ന ഒന്നാണ് ആത്മീയ ജീവിതം. ഒരു ആത്മീയ ജീവിതം തുടങ്ങുന്നതിന് ആദ്യം ഒരു മനുഷ്യനിൽ വേണ്ടത് അദ്ദേഹത്തിൻ്റെ ഡിസയർ തന്നെയാണ്. ആഗ്രഹമില്ലാതെ, വാഞ്ചയില്ലാതെ ഒരു വ്യക്തിയിൽ ആത്മീയ ജീവിതം തുടങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ആദ്യമായി ഒരു വ്യക്തി ആത്മീയ ജീവിതം വേണമെന്ന്, തനിക്ക് ആ ഒരു ലൈഫിനകത്തേക്ക് എൻട്രി ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് അതിയായി വാഞ്ചിക്കുകയും അതിനു വേണ്ടിയിട്ട് കൊതിക്കുകയും ചെയ്താൽ മാത്രമേ, കുറച്ച് എഫേർട്ട് അതിനു വേണ്ടി ഇട്ടാൽ മാത്രമേ ആ ലൈഫ് നമുക്ക് തുടങ്ങാൻ പറ്റത്തുള്ളൂ. ഇനി അതിന് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ആഗ്രഹം ജെന്യുവിനാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, കേപ്പബിൾ ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തെ ആക്ടിവേഷൻ സംഭവിക്കാനായിട്ട് ഒരു വ്യക്തിയെ ഈ പ്രപഞ്ചം നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി നൽകും. ആ വ്യക്തിയാണ് ഗുരു, അല്ലെങ്കിൽ ഒരു ആത്മീയ പിതാവ് എന്ന് പറയുന്നത്. ഒരു ആത്മീയ ഗുരുവിൻ്റെ സഹായമില്ലാതെയാണ് നമ്മൾ സ്പിരിച്വാലിറ്റിയിലേക്ക് കാലെടുത്ത് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ടാകാം, പല പ്രതിസന്ധികളുണ്ടാകാം, പലയിടത്തും സ്റ്റാഗ്നൻ്റായിട്ട് നിൽക്കാം, അതിൻ്റെ പൂർണ്ണതയിൽ അതിനെ ആസ്വദിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചെന്ന് വരില്ല. ആത്മീയ ജീവിതത്തിനകത്ത് എപ്പോഴും നമ്മെ സജ്ജമാക്കാനായിട്ട്, അതിൽ നമ്മെ എനേബിളാക്കാനായിട്ട്, സജീവമാക്കാനായിട്ട് നമ്മുടെ ഡിസയർ കൂടി വരുന്ന സമയത്ത് പ്രപഞ്ചം തന്നെ ഒരു വ്യക്തിയെ നമ്മളിലേക്ക് കണക്ട് ചെയ്യും. ഇപ്പോൾ ഭൗമജീവിതം ഒരു വ്യക്തിയിൽ എങ്ങനെ തുടങ്ങുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മാതാവും പിതാവും ആ കുഞ്ഞിന് ജന്മം നൽകണം, എന്നാലേ ഭൗമജീവിതം തുടങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ആത്മീക ജീവിതം തുടങ്ങുന്നതിനും അതിന് മുഖാന്തരമായിട്ട്, നിമിത്തമായിട്ട് ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിനകത്തേക്ക് കണക്റ്റഡ് ആകും. ഇപ്പോൾ നമ്മുടെ അപ്പനും അമ്മയും ആരാണെന്ന് ഭൗമതലത്തിൽ നിന്ന് ബയോളജിക്കലി ചിന്തിക്കുമ്പോൾ നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ സ്പിരിച്വൽ സെൻസ് വിട്ടേക്കും, അത് മറ്റൊരു കാര്യമാണ്. പക്ഷേ ഭൗമതലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇന്ന ആളുടെ, ഇന്ന വ്യക്തിയുടെ മകനായിട്ട് മകളായിട്ട് ജനിക്കണമെന്ന് ഒരു വ്യക്തിക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. അതൊരു നിയോഗമാണ്. ഇതുപോലെ ആത്മീയതയിൽ എന്നെ ആരാണ് സജ്ജമാക്കേണ്ടതെന്ന് ഒരു വ്യക്തി തീരുമാനിക്കേണ്ട കാര്യമല്ല. ആ ആഗ്രഹം ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ നമ്മിലേക്ക് പ്രപഞ്ചമാണ്, അല്ലെങ്കിൽ ഈശ്വരനാണ് നമ്മിലേക്ക് കണക്ട് ചെയ്ത് നൽകുന്നത്. ആ ഗുരുവിൻ്റെ ചിലപ്പോൾ ആ ഗുരുവിന് വിദ്യാഭ്യാസം ഉണ്ടാകുന്നിരിക്കത്തില്ല, ചിലപ്പോൾ ആ ഗുരുവിൻ്റെ പ്രകൃതം ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടെന്നിരിക്കത്തില്ല. അത് പ്രപഞ്ചം നൽകുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് നമുക്കതിനകത്ത് ചോയ്സ് ഇല്ല. ആ വ്യക്തി അംഗീകരിക്കുക, ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതിൽ കവിഞ്ഞ് നമുക്കൊന്നും അതിനകത്ത് ചെയ്യാൻ പറ്റില്ല, ഇല്ലേ? നമ്മുടെ ബയോളജിക്കൽ അപ്പനും അമ്മയും ആരാണെന്ന് നമുക്കറിയത്തില്ല. ജന്മം നൽകുന്നു, അപ്പ എന്ന് അമ്മ എന്ന് വിളിക്കുന്നു. അവർ നമ്മൾ അപ്പനും അമ്മയുമായിട്ട് അക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാനേ പറ്റത്തുള്ളൂ. എൻ്റെ അപ്പന് വിദ്യാഭ്യാസമില്ല, അതുകൊണ്ട് അപ്പനല്ല എന്ന് പറയാൻ പറ്റത്തില്ല. എൻ്റെ അമ്മയ്ക്ക് സൗന്ദര്യമില്ല, അതുകൊണ്ട് എൻ്റെ അമ്മയല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അവർക്ക് വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉണ്ടെങ്കിലും കാശില്ല എന്ന് പറഞ്ഞ് എൻ്റെ അപ്പനും അമ്മയെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അവരായിരിക്കുന്ന രീതിയിൽ അവരെ സ്വീകരിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ എനിക്കുള്ളൂ. സെയിം വേ ദൈവത്താൽ അപ്പോയിൻറ്റഡ് ആകുന്ന ഒരു ഗുരു എന്നിലേക്ക് വരുമ്പോൾ, ഒരു വ്യക്തി എന്നിലേക്ക് വരുമ്പോൾ, ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതയോ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയോ അദ്ദേഹത്തിൻ്റെ കൾച്ചറോ അദ്ദേഹത്തിൻ്റെ ഒന്നും ഞാൻ നോക്കിയിട്ട് കാര്യമില്ല. അദ്ദേഹത്തെ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമേ. ഇനി അടുത്തതായിട്ട് ഭൗമതലത്തിൽ നിന്ന്, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ആശയങ്ങളിൽ നിന്ന് നമുക്ക് ഡിറ്റാച്ച്ഡ് ആകേണ്ടി വരും.
കാരണം ഇത് മറ്റു ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കൾച്ചറിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ലോകം നമ്മെ പഠിപ്പിച്ച സിദ്ധാന്തങ്ങൾ, തിയറികൾ, പ്രാക്ടീസസ്, എക്സ്പീരിയൻസ്, നമ്മുടെ നോളജ്, ഇതൊക്കെ നമുക്കൊന്ന് മാറ്റാനായിട്ട് സാധിച്ചാൽ മാത്രമേ മറ്റൊന്നിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കൊരു ഭവനം വെക്കണം. അപ്പോൾ ഒരു പഴയ ജീർണിച്ച ഇടിഞ്ഞു വീഴാറായ ഒരു ഭവനത്തിനകത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. സോ ആ സ്ഥലത്ത് എനിക്കൊരു പുതിയ ഭവനം പണിയണമെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ ഈ പഴയ കെട്ടിടത്തെ ഡിമോളിഷ് ചെയ്യണം, അതിനെ മാറ്റണം, അതിനെ പൊളിച്ച് മാറ്റിയാൽ മാത്രമേ ആ ഭാഗത്ത് എനിക്കൊരു പുതിയ വീട് വെക്കാൻ പറ്റത്തുള്ളൂ. സോ ഇതിനെ മാറ്റുക, ഇതിനെ പൊളിച്ച് മാറ്റുക, ഇതിനെ നീക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രോസസ്സ്. അതല്ലാതെ പുതിയതോടെ വരാൻ പറ്റത്തില്ല. സോ സെയിം വേ ഞാൻ ഇന്നലെ വരെ, ചിലപ്പോൾ എനിക്കിപ്പോൾ 40 വയസ്സായിട്ടുണ്ടെങ്കിൽ 40 ഇയേഴ്സ് കൊണ്ട് ഞാൻ ആർജിച്ചെടുത്ത എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ജീവിതക്രമം, എൻ്റെ നോളജ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ഒന്ന് മാറ്റി നിർത്തിയാൽ മാത്രമേ പുതിയൊരു കാര്യത്തിനകത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. സോ ആദ്യം നമ്മൾ ലോകത്തിൻ്റെ ആശയങ്ങളെയും എക്സ്പീരിയൻസസിനെയും നോളജിനെയൊക്കെ ഒന്ന് മാറ്റിയിട്ട് അടുത്ത് ചെയ്യേണ്ടത് സ്പിരിറ്റ് കൾച്ചറിനെ, ആത്മലോകത്തിൻ്റെ അല്ലെങ്കിൽ ആ ഡിവൈൻ കൾച്ചറിനെ നമ്മൾ പരിശീലിക്കാനായിട്ട് ശ്രമിക്കണം. സോ അതൊരു ലൈഫ് സ്റ്റൈലാണ്. സോ മറ്റൊരു എക്സാമ്പിൾ നമുക്കിപ്പോൾ പറയാം. നമ്മളിപ്പോൾ അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണം. സോ അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇന്ത്യൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ച് അമേരിക്കയിൽ ജീവിക്കാൻ പറ്റത്തില്ല. അവർക്ക് വേറെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എൻ്റയർലി ഡിഫറൻ്റ് ആണ്. സോ ഒരു ഇന്ത്യക്കാരൻ അമേരിക്കയിൽ പോയി താമസിക്കുമ്പോൾ ഞാൻ ഇന്ത്യൻ റൂൾ അനുസരിച്ച് ഇവിടെ താമസിക്കുള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല. സോ വി ഹാവ് ടു അഡോപ്റ്റ് അമേരിക്കൻ കൾച്ചർ, റൈറ്റ്? സോ സെയിം വേ ലോകത്തിൻ്റെ ആശയങ്ങളിൽ നിന്നും സംസ്കാരത്തിൽ നിന്നും മാറി ആത്മലോകത്തിൻ്റെ ആ ഡിവൈൻ കൾച്ചറിനെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് അതിനകത്ത് തുടരേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. സോ ഇത് വിടുകയും വേണം, അത് അഡോപ്റ്റ് ചെയ്യുകയും വേണം. നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ആ കൾച്ചറിനെ വിട്ടിട്ട് ഒരു സ്പിരിറ്റ് കൾച്ചറിനകത്തേക്ക് മാറുമ്പോൾ എല്ലാ കാര്യത്തിനകത്തും നമുക്ക് സെൽഫായിട്ട് എഫിഷ്യൻ്റ് ആകാൻ പറ്റത്തില്ല. സോ ഓൾറെഡി സ്പിരിച്വൽ ലെവലിനകത്ത് നിൽക്കുന്ന വ്യക്തികളുമായിട്ടുള്ള അസോസിയേഷൻ, ഫെലോഷിപ്പ് നമുക്ക് ആവശ്യമായിട്ട് വരും. സോ ഞാൻ ഐസൊലേഷനിൽ അങ്ങനെ പോകത്തുള്ളൂ, എനിക്കിതാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് തുടക്കത്തിലിരിക്കാൻ പറ്റത്തില്ല. സ്പിരിറ്റ് കൾച്ചർ ഓൾറെഡി അഭ്യസിപ്പിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അതിൽ ജീവിക്കുന്ന, അതിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുമായിട്ടുള്ള അസോസിയേഷനകത്ത് മാത്രമേ നമുക്ക് ആ കൾച്ചറിനെ അല്ലെങ്കിൽ അതിനകത്തുള്ള ലൈഫിനെ നമുക്ക് അതിൻ്റെ ഫുൾ ഫ്ലെഡ്ജിൽ നമ്മളിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. സോ എപ്പോഴും സ്പിരിച്വൽ ലെവലിൽ നിൽക്കുന്ന, അതിൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളുമായിട്ടുള്ള അസോസിയേഷൻ തുടക്കകാലത്ത് ആവശ്യമാണ്. ഇത്രയൊക്കെയാണ് അതിൻ്റെ പ്രാരംഭഘട്ടത്തിനകത്തുള്ള കാര്യങ്ങൾ. അതിൻ്റെ തുടക്കത്തിലുള്ള എൻവയോൺമെൻറ്റ് എന്നൊക്കെ പറയുന്ന ഇതാണ്. ഇനി അടുത്ത് അതിനകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ, ഒരു സ്പിരിറ്റ് കൾച്ചറിനകത്തേക്ക് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ലൈഫിനകത്തേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കീ പോയിൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഡോർ എന്ന് പറയുന്നത് മെഡിറ്റേഷനാണ്. സോ മെഡിറ്റേഷനിലൂടെ മാത്രമേ നമുക്ക് ആ ഒരു മേഖലയിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. സോ ദിസ് ഈസ് എ ഡോർ. ഈ ഡോർ വഴി അകത്ത് കിടക്കാതെ നമുക്ക് ഒരിക്കലും ആത്മീയതയിൽ തുടരാൻ പറ്റത്തില്ല. സോ ആത്മലോകത്തേക്കുള്ള, ആത്മാവിൻ്റെ ജീവിതക്രമത്തിലേക്കുള്ള വാതിലെന്ന് പറയുന്നത് മെഡിറ്റേഷനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മെഡിറ്റേഷനിൽ സംഭവിക്കുന്ന കുറേ കാര്യങ്ങളിനകത്ത് ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് കോൺഷ്യസും നമ്മുടെ ബോഡി കോൺഷ്യസും, നമ്മൾ ഇതുവരെ ആർജിച്ചെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ചു വന്ന ശൈലിയിലുള്ള ബോഡി കോൺഷ്യസ് ആൻഡ് മൈൻഡ് കോൺഷ്യസിനെ ബൈപ്പാസ് ചെയ്താലേ മെഡിറ്റേഷനിൽ നമുക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, തുടങ്ങാൻ പറ്റത്തുള്ളൂ. സോ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ഇതിനുള്ളൊരു പരിശീലനമാണ്. മെഡിറ്റേഷൻ ശരിയായ രീതിയിൽ പരിശീലിപ്പിക്കാനാണ് ഒരു ഗുരു നിങ്ങളെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ സജ്ജമാക്കുന്നത്. സോ ഈ ബോഡി ആൻഡ് മൈൻഡ് കോൺഷ്യസിനെ മാറ്റി നിർത്തി സ്പിരിറ്റ് കോൺഷ്യസിനകത്തേക്ക് നിങ്ങളെ കൊണ്ടുവരുവാനായിട്ട് അദ്ദേഹം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി മെഡിറ്റേഷൻ തന്നെ പല വിധത്തിലുള്ള മെഡിറ്റേഷൻ ഉണ്ട്. ബോഡി മെഡിറ്റേഷൻ ഉണ്ട്, മൈൻഡ് മെഡിറ്റേഷൻ ഉണ്ട്. ദർ ആർ സോ മെനി സ്പെഷ്യൽ മെഡിറ്റേഷൻസ്. ഞാൻ ഉദ്ദേശിക്കുന്ന ആ മെഡിറ്റേഷൻസിനെ കുറിച്ചിട്ടല്ല. ഞാൻ ഉദ്ദേശിച്ച മെഡിറ്റേഷൻ സ്പിരിറ്റ് അല്ലെങ്കിൽ സ്പിരിച്വൽ മെഡിറ്റേഷനെ കുറിച്ചിട്ടാണ്. സോ അത്തരത്തിൽ സ്പിരിച്വൽ മെഡിറ്റേഷൻ നൽകുന്ന ഗുരുക്കന്മാരെയാണ് ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങളുടെ മൈൻഡിനെ സ്ട്രോങ് ആക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിതിരിച്ച് വിടുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കി തരുന്ന, സ്ട്രെസ്സ് മാറ്റുന്ന, സ്ട്രെയിൻ മാറ്റുന്ന അത്തരത്തിലുള്ള മെഡിറ്റേഷനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. അത് ദർ ആർ സോ മെനി തിങ്സ്. ഓക്കെ, നമുക്ക് ചുറ്റും അത് കാണാൻ പറ്റും. സോ ഇറ്റ്സ് നോട്ട് എ സ്പിരിച്വൽ തിങ്. അത് നമ്മുടെ
അവസ്ഥകൾക്ക് മാറ്റം വരുന്ന, നമുക്കുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ മാറ്റുന്ന രീതിയിലുള്ള മെഡിറ്റേഷൻസൊക്കെ. സോ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഡിഫറെൻറ്റ് തിങ്. ഇനി നെക്സ്റ്റ് ഈ മെഡിറ്റേഷനിൽ സംഭവിക്കുന്നത്, നമ്മുടെ മൈൻഡ് കോൺഷ്യസിനെയും ബോഡി കോൺഷ്യസിനെയൊക്കെ ബൈപ്പാസ് ചെയ്ത് നമ്മുടെ ആ സ്പിരിറ്റ് കോൺഷ്യസിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അടുത്ത് സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു സെൽഫ് റിയലൈസേഷൻ ഉണ്ടാകും. ഈ ആർജിച്ചെടുത്ത, ഈ ലോകത്തിൽ നിന്ന് ആർജിച്ചെടുത്ത അറിവിനെ ബേസ് ചെയ്തിട്ട്, എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടായിരിക്കുന്ന ഈ ഞാൻ ഫേക്കാണ്, ഇതല്ല ഒറിജിനൽ ഞാൻ. എൻ്റെ ഉള്ളിൽ മറ്റൊരു പ്യൂരിറ്റിയുള്ള, ആധികാരികതയുള്ള, പൂർണ്ണതയുള്ള ഒരു ഒരു സെൽഫ് പൊട്ടൻഷ്യലായിട്ടുള്ള മറ്റൊരു ഞാൻ എൻ്റെ ഉള്ളിലുണ്ട് എന്ന് ഈ മെഡിറ്റേഷനിലൂടെ എനിക്ക് മനസ്സിലാകും. സോ ആ ഇന്നർ മാനെ, ശരിക്കുമുള്ള ഞാനെന്ന് പറയുന്ന വ്യക്തിത്വത്തെ റിയലൈസ് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെ നർച്ചർ ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് മെഡിറ്റേഷൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. സോ ആ ഇന്നർ മാനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, അത് തുടക്കത്തിലൊരു ശൈശവ ദിശയിലൊരു കുഞ്ഞിനെ പോലെ, ഒന്നും അറിയാത്ത നിഷ്കളങ്കനായ ഒരു കുഞ്ഞിരിക്കുന്നത് പോലെ, എനിക്ക് ചിലപ്പോൾ 40 വയസ്സായിട്ടുണ്ടാവും, ചിലപ്പോൾ 50 വയസ്സായിട്ടുണ്ടാവും, പക്ഷേ അത് ഭൗമതലത്തിലെ ഏജാണ്. പക്ഷേ സ്പിരിച്വൽ മാൻ അപ്പോഴും ശൈശവ ദശയിലായിരിക്കും. സോ എൻ്റെ സ്പിരിച്വൽ മാനെ ഞാൻ കണ്ടെത്തുമ്പോൾ, ഇന്നർ മാനെ കണ്ടെത്തുമ്പോൾ, ആ ശരിക്കുമുള്ള പ്യൂരിറ്റിയിലുള്ള എന്നെ ഞാൻ മനസ്സിലാക്കി കഴിയുമ്പോൾ, ആ ഇന്നർ മാനെ നർച്ചർ ചെയ്യുവാൻ, എൻഹാൻസ് ചെയ്തെടുക്കുവാൻ, അതിനെ ശരിക്കും മനസ്സിലാക്കുവാൻ, ഞാൻ എൻ്റെ പൊട്ടൻഷ്യൽ ഐഡൻറ്റിഫൈ ചെയ്യുവാൻ, എൻ്റെ അതോറിറ്റീസിനെ മനസ്സിലാക്കാനൊക്കെ അടുത്ത് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം. സോ അതും മെഡിറ്റേഷൻ വഴി തന്നെയാണ് സംഭവിക്കുന്നത്. സോ മെഡിറ്റേഷൻ്റെ അടുത്ത തലം എന്ന് പറയുന്നത് അതാണ്. ആ ഐഡൻറ്റിറ്റി, ഹൂ ഐ ആം, ഞാൻ ശരിക്കും ആരാണെന്നുള്ള ആ ഐഡൻറ്റിറ്റി, ആ ഒരു സെൽഫ് റിയലൈസേഷനാണ് അടുത്ത് സംഭവിക്കേണ്ട കാര്യം. സോ അത് ശരിയായിട്ടുള്ള രീതിയിൽ ആർജിക്കാത്തൊരു വ്യക്തിക്ക് സ്പിരിച്വൽ ലൈഫിനകത്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. ഇവിടെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ടേണിംഗ് പോയിൻ്റ് വരുന്നത്. ഈ സെൽഫ് റിയലൈസേഷൻ ഇല്ലാതെയാണ് നമ്മൾ സ്പിരിച്വൽ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ പലയിടത്തും നമ്മൾ കബളിപ്പിക്കപ്പെടും, പലയിടത്തും വഞ്ചിക്കപ്പെടും, പലയിടത്തും നമുക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റാതെ സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കേണ്ടി വരും. സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഹൂ യു ആർ ത്രൂ മെഡിറ്റേഷൻ. അവിടെയാണ് നാഴികക്കല്ല്, വഴിത്തിരിവ് അവിടെയാണ്. അത് കഴിഞ്ഞാൽ, ആ ഒരു സെൽഫ് റിയലൈസേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത ഘട്ടമെന്ന് പറയുന്നത്, ആ ഒരു സെൽഫ് റിയലൈസേഷൻ അകത്ത് നിന്നുകൊണ്ട് ഡിവൈനിറ്റിയെ, ദൈവീകതയെ എനിക്ക് ആസ്വദിക്കാൻ പറ്റണം. അത് ആസ്വദിക്കാനായിട്ട്, അത് നുകരാനായിട്ട്, അനുഭവിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ എൻ്റെ സെൽഫ് ഐഡൻറ്റിറ്റിയിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷൻ അകത്ത് നിന്നുകൊണ്ട് ആ എന്നിലിരിക്കുന്ന ദൈവീകതയെ എനിക്കറിയാൻ പറ്റണം. സോ ദൈവത്തെ പുറത്തല്ല അന്വേഷിക്കേണ്ടത്, ആ ദൈവഭാവത്തെ സെർച്ച് ചെയ്യേണ്ടത് പുറമേ അല്ല. ആ ദൈവത്തെ, ആ ദൈവാംശത്തെ, ആ ഒരു ഡിവൈൻ നേച്ചറിനെ മനസ്സിലാക്കേണ്ടതും ആസ്വദിക്കേണ്ടതും അനുഭവിക്കേണ്ടതും എൻ്റെ ഇന്നർ മാനിലൂടെയാണ്. സോ എൻ്റെ അകത്ത് തന്നെ ഇതുണ്ട്. സോ എന്നിലിരിക്കുന്ന ദൈവീകതയെ കണ്ടെത്താനും ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും അടുത്ത് ഞാൻ പരിശീലിക്കണം. സോ സ്പിരിച്വാലിറ്റിയുടെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇതാണ്. സോ ഇതെല്ലാം പ്രോഗ്രസീവായിട്ടുള്ള, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഒന്നിന് പുറകെ ഒന്നായി വരേണ്ട കാര്യങ്ങളാണ്. സോ അതുകൊണ്ടാണ് ഒരു സ്പിരിച്വൽ ഗുരുവിന് മാത്രമേ ഇത്തരത്തിൽ നിങ്ങളെ ലീഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങൾ സെൽഫായിട്ട് അതിന് എഫേർട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്റ്റാഗ്നൻ്റ് ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ നിൽക്കേണ്ടി വരും, എവിടെയെങ്കിലുമൊക്കെ മുരടിച്ചു പോകും. സോ എപ്പോഴും നിങ്ങൾക്കൊരു ഹെൽപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് അതിൻ്റെ പടവുകൾ കയറി പോകാൻ പറ്റും. ഓക്കെ, അവിടെയാണ് ശരിക്കും ആ ഗുരുവിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്നത്. അടുത്ത ഘട്ടം, ഇത്തരത്തിൽ ഞാൻ എൻ്റെ സെൽഫ് പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കി, എൻ്റെ സെൽഫിനെക്കുറിച്ച് അറിഞ്ഞ്, ആ ദൈവിക ഭാവത്തെ എൻ്റെ സെൽഫിൽ തന്നെ, എൻ്റെ ആ ഒരു ഡിവൈൻ നേച്ചറിനെ ഞാൻ ആസ്വദിക്കുവാനും എൻജോയ് ചെയ്യുവാനും ഒക്കെ തുടങ്ങിക്കഴിയുമ്പോൾ, പിന്നെ ഈ വേൾഡ്ലി സിസ്റ്റത്തിനകത്ത് ജീവിക്കുന്ന ആൾക്കാരുമായിട്ട് എനിക്ക് പലപ്പോഴും മിങ്കിൾ ചെയ്യാൻ പറ്റത്തില്ല, അവരുമായിട്ട് മെസ്സപ്പ് ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴും അവിടെ നിന്നൊരു ഐസൊലേഷൻ ഞാൻ ആഗ്രഹിക്കും. സോ അത് വേണം, എന്നാൽ മാത്രമേ ആ ഒരു സ്പിരിച്വാലിറ്റിയിൽ പിന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു IAS അല്ലെങ്കിൽ IPS പോലെയുള്ള ഒരു റാങ്കിലെത്തുന്ന ഒരു വ്യക്തി, സെലക്ഷൻ കിട്ടുന്നൊരു വ്യക്തി IAS IPSൻ്റെ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് പിന്നെ കോമൺ പീപ്പിളുമായിട്ട് മെസ്സപ്പ് ചെയ്യാനായിട്ട് പഴയതുപോലെ അനുവാദമില്ല. സാധാരണ രീതിയിൽ പറയുന്നത് എങ്ങനെയാണ്, ഒരു IAS അല്ലെങ്കിൽ ഒരു IPS വ്യക്തിയിൽ നിന്ന് ഒരു 3 അടി മാറി വേണം ഒരു കോമൺ മാൻ നിൽക്കാനായിട്ട്.
സോ ഒരു IPS അല്ലെങ്കിൽ ഒരു IAS റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടാണ്, ഒരു ഹയർ റാങ്കിലുള്ള ഒരു വ്യക്തിയായിട്ടാണ്. സോ കോമൺ പീപ്പിളിൽ നിന്ന് എപ്പോഴും അദ്ദേഹം സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം. സോ പഴയതുപോലെ നമുക്ക് ആ കോമൺ പീപ്പിളുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റത്തില്ല, ആ കൾച്ചറിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റത്തില്ല. സോ അത്തരത്തിൽ അദ്ദേഹം അല്ലെങ്കിൽ ആ വ്യക്തി, അങ്ങനെയുള്ള ഒരു ഒഫീഷ്യൽ ലെവലിൽ നിൽക്കുന്ന വ്യക്തികളെല്ലാം ഒരു ഐസൊലേഷൻ പാലിക്കുന്നത് പോലെ ഒരു സ്പിരിച്വൽ ലൈഫിനകത്ത് അതുപോലെയുമല്ല, ഇത് അതിനും മേൽത്തരമായ കാര്യമാണ്, അതിനും മുകളിൽ നിൽക്കേണ്ട കാര്യമാണ്. സോ അത്തരത്തിൽ സ്പിരിച്വൽ ലൈഫിനകത്ത് പ്രോഗ്രസീവായിട്ട് മുമ്പോട്ട് പോകുന്ന ആൾക്കാർക്ക് ഒരിക്കലും വേൾഡ് ലെവലിൽ ജീവിക്കുന്ന ആൾക്കാരുമായിട്ട് അധികം മെസ്സപ്പ് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞ് അവരുമായിട്ട് സഹകരിക്കേണ്ടെന്നോ അവരെ സ്നേഹിക്കേണ്ടെന്നോ റെസ്പോൺസിബിലിറ്റീസ് ചെയ്യേണ്ടെന്നോ അല്ല എൻ്റെ അർത്ഥം. പക്ഷേ പഴയതുപോലെ നമുക്ക് ആ ഒരു ലെവലിൽ ജീവിക്കുന്ന ആൾക്കാരുമായിട്ട് നമുക്ക് നമ്മുടെ ലൈഫിനെ ഒരിക്കലും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. സോ അത് സ്പിരിച്വാലിറ്റിക്കകത്തുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു റൂളാണ്, അല്ലെങ്കിൽ നിയമമാണ്, അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ അതൊരിക്കലും നമ്മളൊരു വലിയ ആളായിപ്പോയെന്നോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വേറെ ഏതെങ്കിലും തരത്തിൽ ജീവിക്കുന്ന അങ്ങനെയുള്ള ഒരു മേൽക്കോയ്മയോ അല്ലെങ്കിൽ ഒരു പണ്ട് കാലത്ത് ഇതുണ്ടായിരുന്നല്ലോ, ഈ തീണ്ടലും അങ്ങനെയൊക്കെയുള്ള പരിപാടി, അവരൊക്കെ ഔട്ട്കാസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാരാണ്, ഞാനെന്തോ സ്പെഷ്യലാണ്, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ സ്പിരിച്വൽ ലൈഫിനകത്തേക്ക് വരുമ്പം ഓട്ടോമാറ്റിക്കലി അത് രണ്ട് കാറ്റഗറി ആയതുകൊണ്ട്, വേൾഡ്ലി സിസ്റ്റവും സ്പിരിച്വൽ സിസ്റ്റവും തമ്മിൽ അന്തരമുള്ളത് കൊണ്ട് വേൾഡ്ലി സിസ്റ്റത്തിനകത്ത് മാത്രം കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നമുക്ക് പഴയതുപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റാൻഡ് ഔട്ടായിട്ട് ഓട്ടോമാറ്റിക്കലി മാറാൻ തുടങ്ങും. സോ അതുകൊണ്ട് പഴയതുപോലെ കല്യാണത്തിന് പോകാൻ പറ്റത്തില്ല, പഴയതുപോലെ മരണ വീട്ടിൽ പോകാൻ പറ്റത്തില്ല, പഴയതുപോലെ ഗ്യാതറിങ്ങിന് പോകാൻ പറ്റത്തില്ല, പാർട്ടികൾക്ക് പോകാൻ പറ്റത്തില്ല, എപ്പോഴും നമുക്ക് അവരുമായിട്ട് കോപ്പപ്പ് ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മുടെ മനസ്സതിനെ അനുവദിക്കത്തില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു മെസ്സപ്പിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ഫോഴ്സ്ഡ് ആകുന്നത്. ഓക്കെ, അപ്പോൾ അതൊരിക്കലും എന്തല്ല, ഒരു ഈഗോയോ അല്ലെങ്കിൽ ഒരു ആള് ചമയുന്നതൊന്നുമല്ല. അതിൻ്റെ മറ്റൊരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ഒരു സ്പിരിച്വൽ ലെവലിനകത്ത് മുന്നോട്ട് പ്രോഗ്രസീവായിട്ട് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എനർജി ലെവൽ, അവരുടെ ഓറ, അവർക്ക് ചുറ്റും വ്യാപരിക്കുന്ന ഒരു ഫ്രീക്വൻസി അതെപ്പോഴും ഹയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു എനർജി ഒരിക്കലും ചോർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചോർന്നു പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പോയി നിൽക്കാൻ നമുക്ക് തോന്നത്തില്ല. എപ്പോഴും നമ്മളൊരു അതിനെ പ്രിസർവ് ചെയ്ത് വെക്കാനായിട്ട്, അതിനെ സേവ് ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു പ്രിക്കോഷൻ എടുക്കുന്നൊരു മൈൻഡ് സെറ്റ് എപ്പോഴും നമുക്കുണ്ടാകും. സോ അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് മെസ്സപ്പ് ചെയ്യാൻ പറ്റാത്തത്. സോ നമ്മളിരിക്കുന്ന എനർജിയുടെ ആ ഒരു സംരക്ഷണം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നോക്കും. സോ ഏതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 10-12 വയസ്സ് വരെ പെൺകുട്ടികൾ ഓടിച്ചാടി ബട്ടർഫ്ലൈ പോലെ തുള്ളിച്ചാടിയൊക്കെ നടന്നിട്ട് ഒരു 12-13 വയസ്സ് ആകുമ്പോഴത്തേക്ക് പ്രായപൂർത്തിയാകുമ്പോൾ അവരുടെ ലൈഫ് പെട്ടെന്ന് തിരിയാൻ തുടങ്ങും. പഴയതുപോലെ എല്ലാവരുടെയും പോയി അപ്രോച്ച് ചെയ്യത്തില്ല. അവരുടെ ശരീരത്തെ, അവരുടെ പ്രസൻസിനെയൊക്കെ അവരൊന്ന് ആ ശരീരത്തേക്ക് ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് കുറച്ചുകൂടെ ഒരു കാമൻ ക്വയറ്റായിട്ടൊക്കെ ഒരു അടക്കത്തോടും ഒതുക്കത്തോടും ഒക്കെ നടക്കുന്നൊരു പ്രകൃതി ഓട്ടോമാറ്റിക്കലി അവർക്ക് അവരുടെ ബോഡിയിലേക്ക് വരും. സോ അത് മറ്റുള്ളവരുടെ ഇഷ്ടമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് മാറി നിൽക്കുന്നതൊന്നുമല്ല. ആ ഒരു പ്രായപൂർത്തിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ശരീരത്തിനകത്തും മനസ്സിനകത്തും ഉണ്ടാകുന്ന ഒരു പരിവർത്തനമാണ്. പണ്ട് ആരെ കണ്ടാലും ഓടിച്ചെന്ന് ഷേക്കൻഡ് കൊടുക്കുമായിരുന്ന ഒരു കുട്ടിത്വം ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ചെറിയൊരു ഷൈനസ് വരും, പെട്ടെന്ന് പോയി മിങ്കിൾ ചെയ്യാൻ പറ്റത്തില്ല. അത് ഓട്ടോമാറ്റിക്കലി ഉടലെടുക്കുന്ന ഒരു കാര്യമാണ്. സോ സെയിം വേ സ്പിരിച്വാലിറ്റിയില്ലാതെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മിൽ വരുന്ന ആ ഓറയിൽ വരുന്ന എനർജി ലെവലിൽ വരുന്ന മാറ്റം നമുക്ക് തന്നെ അറിയാൻ പറ്റും എന്നുള്ളത് കൊണ്ട് നമുക്കതിനെ സംരക്ഷിച്ച് കൊണ്ടുപോകേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട് എന്ന് മനസ്സെപ്പോഴും പറയും. അതുകൊണ്ടാണ് നമ്മൾ പോയി മറ്റുള്ളവരുമായിട്ട് നോർമലായിട്ടുള്ള ഫംഗ്ഷനൊന്നും പോയി ഇരിക്കാൻ പറ്റാതെ നമ്മൾ അതിനകത്തുനിന്നൊരു പ്രിക്കോഷൻ എടുത്തപ്പോഴും മാറി നിൽക്കുന്നത്. സോ അത് സ്പിരിച്വൽ ലെവലിൻ്റെ അല്ലെങ്കിൽ ആ സ്പിരിച്വൽ ലൈഫിൻ്റെ ഒരു ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ഗ്രാജുവലി വരുന്ന അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരവസ്ഥയാണ്. ഇനി മറ്റൊന്ന്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ ഈ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഇവിടെ പോസ് ചെയ്യുന്നു, കാരണം ഇത്രയും ലെവലിൽ എത്തിയ വ്യക്തികൾക്ക് മാത്രമേ ഇനി അടുത്ത് പറയുന്ന കാര്യങ്ങൾ ആപ്ലിക്കബിൾ ആകത്തുള്ളൂ. ഇത് മനസ്സിലാകാത്ത അല്ലെങ്കിൽ ഈ ലൈഫിനെ ഈ ലെവൽ വരെ കൊണ്ടുവരാത്ത ഒരു വ്യക്തിയുടെ അടുത്ത് ഇനി പറയുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സോ ഇതുവരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത കാര്യങ്ങൾ പറയുന്നതായിരിക്കും നല്ലത്. അതുവരെ എത്തിയ വ്യക്തികളോടത്ത് ഇനി പറയാൻ പറ്റത്തുള്ളൂ. സോ ഇതുവരെ എല്ലാവർക്കും എത്താനായിട്ടുള്ള ഒരു കോമൺ അഡ്വൈസ് എന്നുള്ള നിലയിൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. സോ അടുത്ത് സംഭവിക്കുന്ന കാര്യം, നമ്മുടെ ഒരു മനുഷ്യ ജീവിതത്തിനകത്ത് 3 ഘടകങ്ങളാണ് മെയിനായിട്ടുള്ളത്: ശരീരവും മനസ്സും സ്പിരിറ്റും. അപ്പോൾ സ്പിരിറ്റിനെ കുറിച്ച് ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ മനസ്സിലാക്കി വരുന്നു.
യുക്തിക്കും ബുദ്ധിക്കും നിരക്കാത്ത കാര്യമാണ് സ്പിരിറ്റ് എന്നൊക്കെ പറഞ്ഞ് അതിനെ യുക്തിവാദികൾ തള്ളുന്നുണ്ട്. സോ ആ കാറ്റഗറി അങ്ങ് പോകട്ടെ, അത് കുഴപ്പമില്ല. സോ മെയിൻലി മനുഷ്യൻ്റെ അകത്ത് സ്പിരിറ്റുണ്ട്, മൈൻഡുണ്ട്, ബോഡിയുണ്ട്. നമുക്കൊരിക്കലും മൈൻഡിനെ കാണാൻ പറ്റത്തില്ല, സെയിം വേ സ്പിരിറ്റിനെയും കാണാൻ പറ്റത്തില്ല. എങ്ങനെയാണ് മൈൻഡ് ഉണ്ടെന്ന് നമ്മൾ അറിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഓർമ്മശക്തി, നമ്മുടെ ഡിസിഷൻ മേക്കിംഗ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് മൈൻഡ് ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ മൈൻഡ് എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് അല്ലാതെ ഇല്ല. ഇനി മനുഷ്യന് ശരീരം എന്ന് പറഞ്ഞൊരു കമ്പോണൻ്റ് ഉണ്ടോ? നിങ്ങളൊന്ന് ശരിക്കൊന്ന് ചിന്തിച്ച് നോക്കി. ശരീരം എന്ന് പറഞ്ഞൊരു കമ്പോണൻ്റ് ഉണ്ടോ? നിങ്ങളുടെ ശരീരം ഏതാണെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എവിടെയാണ് തൊട്ട് കാണിക്കുന്നത്? നിങ്ങളുടെ ശരീരം ഏതാണെന്ന് നിങ്ങളോട് ഒരാൾ ചോദിക്കുക, അപ്പോൾ നിങ്ങൾ എവിടെ തൊട്ട് കാണിക്കും? ഇങ്ങനെ തൊട്ട് കാണിച്ചാൽ ഇതാണോ ശരീരം? അത് ചെസ്റ്റല്ലേ. ഇങ്ങനെ ടാപ്പ് ചെയ്ത് കാണിച്ചാൽ അത് കാലല്ലേ? അതാണോ ശരീരം? ഇങ്ങനെ ടാപ്പ് ചെയ്ത് കാണിച്ചാൽ ഇത് കൈയല്ലേ? അതാണോ ശരീരം? ഇങ്ങനെ ടാപ്പ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ചീക്സ് അല്ലേ? ഇതാണോ ശരീരം? സോ നിങ്ങൾ തൊടുന്നതെല്ലാം നിങ്ങളുടെ ബോഡി പാർട്ടാണ്. പക്ഷേ ഈ ബോഡി പാർട്ടുകളെല്ലാം കൂടെ ചേരുമ്പോഴാണ് നമ്മളതിനെ ശരീരം എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തൊട്ട് കാണിക്കുന്നത് ശരീരത്തിൻ്റെ ഒരു ഭാഗത്തെ നമുക്ക് തൊട്ട് കാണിക്കാൻ പറ്റത്തുള്ളൂ, ശരീരത്തെ തൊട്ട് കാണിക്കാൻ പറ്റത്തില്ല. സോ ഈ യൂണിറ്റിയെ മൊത്തമായിട്ട് വിളിക്കുന്ന പേരാണ് ശരീരം. അത് അവയവങ്ങളുടെ ഒരു കളക്റ്റീവ്നെസ്സാണ്. സെയിം വേ മനസ്സെന്ന് പറയുന്നത് പല കമ്പോണൻറ്റുകൾ ചേരുന്നതാണ് മനസ്സ്. ഇതുപോലെ വേണം നിങ്ങൾ സ്പിരിറ്റിനെ കാണാൻ. സ്പിരിറ്റ് എന്ന് പറയുന്നത് ഒറ്റ കമ്പോണൻ്റ് അല്ല, പല കാര്യങ്ങൾ ചേർന്ന് കമ്പൈൻഡായിട്ടിരിക്കുന്ന ഒരു എൻറ്റിറ്റിയാണ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. സോ അത് ആ ലെവലിൽ വരുന്ന ആൾക്കാർക്ക് മാത്രമേ ആ സ്പിരിറ്റിനകത്തുള്ള കമ്പോണൻ്റ് എന്താ, അതെങ്ങനെയൊക്കെയാണ് അതിനകത്ത് ഇരിക്കുന്നത് എന്നൊക്കെയുള്ളത് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. അതല്ല വേൾഡ്ലി സിസ്റ്റത്തിനകത്ത് നിൽക്കുന്ന ഒരാളുടെ അടുത്ത് സ്പിരിറ്റ് എന്താ, സ്പിരിറ്റിനകത്തുള്ള കമ്പോണൻ്റാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സോ ഈ ഒരു ട്രാക്കിനകത്തേക്ക് വന്ന് ഈ ഒരു ജേണിയിൽ പങ്കുചേരുന്ന, അതിനകത്ത് പ്രോഗ്രസീവായിട്ട് പോകുന്ന ആൾക്കാരുടെ അടുത്ത് മാത്രമേ ഈ കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടെ പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ സ്പിരിച്വാലിറ്റിയുടെ അടുത്ത ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്പിരിറ്റ് ഒരു കിങ്ഷിപ്പിലേക്ക് വരണം, മാസ്റ്റർ ആകണം. സ്പിരിറ്റ് ആകണം കൺട്രോൾ ചെയ്യേണ്ടത്, കൺട്രോളിങ് ഫാക്ടർ സ്പിരിറ്റിൻ്റെ ഭാഗത്തുണ്ടാകണം. നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് ഒരു കാര്യസ്ഥൻ്റെ റോളിലേക്ക് മാറണം. പക്ഷേ ഇപ്പോൾ വേൾഡ്ലി സിസ്റ്റത്തിനകത്ത് മൈൻഡാണ് രാജാവ്. മൈൻഡ് പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നത്, റൈറ്റ്. പക്ഷേ ആ സ്ഥാനം സ്പിരിറ്റിൽ കൈമാറും. അപ്പോൾ സ്പിരിറ്റ് തീരുമാനിക്കും എങ്ങനെ പോകണം, ഏത് രീതിയിലാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം സ്പിരിറ്റിൻ്റെലേക്ക് കൺട്രോളിങ് ഫാക്ടർ വന്നിട്ട് മൈൻഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റുവേർഡ്, ഒരു കാര്യസ്ഥൻ എന്നുള്ള രീതിയിൽ മൈൻഡ് മാറും. അപ്പോൾ മൈൻഡിനെ നമ്മൾ കുറച്ചൊന്ന് ഡൗൺഗ്രേഡ് ചെയ്യും. മൈൻഡിനെ നിയന്ത്രിക്കാനായിട്ട് സ്പിരിറ്റ് തുടങ്ങും. അപ്പോൾ മൈൻഡിന് പഴയതുപോലെ ഊടാടി സഞ്ചരിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ മൈൻഡിന് സെൽഫായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. സ്പിരിറ്റ് പറയുന്ന രീതിയിലെ മൈൻഡിന് പോകാൻ പറ്റത്തുള്ളൂ. ആ രീതിയിലുള്ളൊരു ഷിഫ്റ്റിംഗ് മൈൻഡിന് വരും. അത് കഴിഞ്ഞിട്ട് ബോഡി എന്ന് പറയുന്നത് ഒരു സ്ലേവിനെ പോലെ നമ്മൾ ആക്കി വെക്കും. അപ്പം സ്പിരിറ്റിൻ്റെ സ്ലേവായിട്ട് ബോഡി മാറും. എന്താണോ സ്പിരിറ്റ് പറയുന്നത്, ആഗ്രഹിക്കുന്നത്, അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻറ്റിറ്റി ആയിട്ട്, ഒരു ടൂളായിട്ട്, ഒരു സ്ലേവായിട്ട് ശരീരത്തെ നമ്മൾ മാറ്റും. സോ ഈ ഓർഡറിൽ ഒരു റീസ്ട്രക്ചറിങ്, ആ ഫങ്ഷണാലിറ്റിയിൽ ഒരു റീസ്ട്രക്ചറിങ് ഉണ്ടാകും. സോ ഇതുണ്ടായാൽ മാത്രമേ പിന്നെ സ്പിരിറ്റ് ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. സോ ഇത്രയും കാര്യങ്ങളാണ് സ്പിരിറ്റ് ലൈഫിനകത്തേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയിൽ തുടക്കത്തിൽ ഉണ്ടാകേണ്ടുന്ന കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ സംഭവിച്ച ഒരു വ്യക്തിയിൽ മാത്രമേ ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്, അത് കഴിഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ ഇറ്റ്സ് ഓൾ എ പ്രോഗ്രസീവ് ലൈഫ് സ്റ്റൈലാണ്. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. സോ ദീസ് ആർ ദ തിങ്സ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എത്രയും പെട്ടെന്ന് ഒരു അക്കാഡമി തുടങ്ങുന്ന കാര്യം ഇടയ്ക്ക് പറയാറുണ്ട്. അത് അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സ്പിരിച്വൽ അക്കാഡമി ഫങ്ഷനിങ് ആകുമ്പോഴത്തേക്ക് ഓൺലൈൻ വഴിയായിരിക്കും അതിൻ്റെ കോഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ലൈഫ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രായഭേദമന്യേ, മതജാതി വ്യത്യാസമന്യേ, നിങ്ങളുടെ കൾച്ചറോ വിശ്വാസ പ്രമാണോ എന്തായാലും അതൊന്നും കണക്കിലെടുക്കാതെ നിങ്ങൾക്ക് ജെന്യുവിനായിട്ട് സ്പിരിച്വൽ ലൈഫ് നയിക്കാൻ ആഗ്രഹമുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്പിരിച്വൽ അക്കാഡമി നിങ്ങളെ ലീഡ് ചെയ്യും, നിങ്ങളെ സഹായിക്കും. ഓക്കെ, താങ്ക് യു.